Flag reads, Indian American Kerala Cultural Civic Centre proudly presented to Honorable Raj Mohan Unithan, Member of Parliament, in appreciation of your services as a Member of the Indian Parliament. Alex Esteban, President, Raju Thomas, General Secretary, Dr. Madhu Bhaskaran, MD, Chairman of the Board of Directors, Dr. Thomas Abraham, Chairman, Board of Trustees. Elmore, New York, August 15, 2025. Now Mr. Koshio Thomas, Special Agent to Congressman Edward Brownstein, would like to honor him with the Panada. Now I would like to request Honorable Raj Mohan Unithan MP for delivering the 79th Indian Independence Day message. Today, as we gather here in the land of liberty, the United States of America, I feel a deep sense of pride and joy to celebrate our 79th Independence Day and to do so abroad for the very first time in my life. This is not merely a ceremony, it is a moment to carry the spirit of India across oceans, to let our tricolor and fury proudly under a foreign sky, and to remind ourselves that our freedom is a shared heritage that knows no borders. In this August moment, the privilege of raising our national flag here is both a personal honor and a collective reaffirmation of our enduring faith in the ideas of democracy, unity, and justice for which countless Indians struggle and sacrifice. Today we celebrate not only the birth of a free nation, but also the living bond between India and her sons and daughters spread across the globe. ബഹുമാനപ്പെട്ട കേരള സെൻട്രൽ ഭാരവാഹി, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഏഴാം കടലിനക്കരെ ഞാനിവിടെ എത്തി ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനം നിങ്ങളോടൊപ്പം സമുചിതമായി ആഘോഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. ആ അവസരം ഒരുക്കി തന്ന ആളുകളോട് ഞാൻ അതീവ നന്ദിയുള്ളവനാണ്. പ്രത്യേകിച്ച് ലീല മാരിയട്ടാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്. നമുക്കറിയാം, കേരള വിദ്യാർത്ഥി യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ദേശീയ തലത്തിൽ നാഷണൽ സ്റ്റുഡൻറ് യൂണിയൻ ഓഫ് ഇന്ത്യ. KSU 1957 സ്ഥാപിച്ചത്. 56 അവസാനം, 57 ആദ്യം. ആലപ്പുഴയിൽ ലീല മാരിയൻ്റെ ഫാദർ ശ്രീ തോമസ് സാറാണ് ഒരു ട്യൂട്ടോറിയൽ നടത്തിയിരുന്നത്, നാഷണൽ ട്യൂട്ടോറിയൽ. അവിടെ വെച്ചാണ് ശ്രീ KM തരകൻ, ശ്രീ വയലാർ രവി, ശ്രീ തോമസ് സാർ, ശ്രീ AS സമദ് ആദ്യമായി കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ നിന്നാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിലെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ആ KSUവിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്രീ തോമസ് സാറിൻ്റെ ഭാര്യയാണ്
മകളാണ് ഇവിടെ എന്നെ ക്ഷണിച്ചത്. ലീല മാരിയറ്റ്. ഇവിടെ വളരെ മനോഹരമായി ശ്രീ അലക്സ് എസ്തപ്പാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. 250 വർഷക്കാലം വൈദേശിക ആധിപത്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നീട് ഡച്ചുകാർ, പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ. ഇവരാദ്യമൊക്കെ വന്നത് നമ്മുടെ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാനാണെങ്കിൽ അവസാനമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷ് അവരുടെ ഒരു കോളനിയാക്കി മാറ്റി ഇന്ത്യക്കാരെ അടിമകളാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ച വർഷങ്ങളോളം നീണ്ടു നിന്നു. ഒരാൾക്ക് പോലും അതിനെതിരെ ശബ്ദമുയർത്താനുള്ള ധൈര്യം ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയ്ക്കെതിരെ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ ശബ്ദമുയർത്തുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചിരുന്നത് ശിപായിമാർ എന്നാണ്. 1857 മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന പട്ടാളക്കാർ, താന്തിയ തോപ്പി, ഇവരാണ് വ്യാപകമായി പ്രചരണം ആരംഭിച്ചിരുന്ന ഒരു കാര്യത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കൾ പശുക്കളെ ദൈവമായി കാണുന്നുണ്ട്. പഴയ കാലത്തും അതുണ്ടായിരുന്നു. അതുപോലെ പന്നിയെ ഇസ്ലാം മതവിശ്വാസികൾ ഹറാമായി കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നൽകുന്ന തോക്കിൻ്റെ ഉണ്ടകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുകൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് പട്ടാളത്തിനകത്ത് ഒരു ചെയ്തി ഉണ്ടാക്കി. അങ്ങനെ അതിനെതിരെ ആദ്യമായി പ്രതികരിച്ച മംഗൽ പാണ്ഡെ, അതുപോലെ തന്നെ മറ്റുള്ളവർ, അവരാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയത്. അതുകൊണ്ടാണ് 1857 ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെയൊക്കെ തൂക്കിക്കൊന്നു എന്നുള്ളത് നമുക്ക് ഇത്തരണത്തിൽ സ്മരണീയമാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമര പരിപാടികൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ കാലത്ത് നിവേദനങ്ങൾ കൊടുക്കുന്ന ജോലി മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ നിവേദനങ്ങളൊക്കെ വായിച്ചു പോലും നോക്കാതെ ചവറ്റുകൊണ്ടയിലേക്ക് ബ്രിട്ടീഷുകാർ വലിച്ചെറിഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ദിശാബോധം വരുന്നത്, ഒരു പുതിയ രൂപവും ഭാവവും വരുന്നത് എന്നേക്കുമായി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ഇന്ത്യയിലേക്ക് എത്തുമ്പോഴാണ്. എന്നേക്കുമായി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ. ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയോട് ആവശ്യപ്പെട്ടു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം എന്ന്. ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭാരതം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും നേരിട്ട് മനസ്സിലാക്കി, ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകളും നാഡീസ്പന്ദനങ്ങളും മനസ്സിലാക്കി, അവരുടെ വികാരങ്ങൾ ആവാഹിച്ചെടുത്തിട്ട് വേണം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുക. ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ ഉപദേശം സ്വീകരിച്ച് മഹാത്മാഗാന്ധി രാജ്യമാസകലം സന്ദർശിച്ചു. സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാരെ, അതുപോലെ തന്നെ വിവിധ സമൂഹത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ കണ്ടു. നേരിട്ട് അങ്ങോട്ട് പോയിട്ടാണ് കണ്ടത്. കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. അതുപോലെ തന്നെ അയ്യങ്കാളിയെ നേരിട്ട് പോയി കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഭാരത പര്യടനം പൂർത്തിയാക്കി ഇന്ത്യൻ ജനകോടികൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ അനുഭവിക്കുന്ന സകല ദുരന്തങ്ങളും നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കൃഷി സമരത്തിൽ, കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആദ്യമായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മഹാത്മാഗാന്ധിയുടെ ചരിത്രമായി മാറുകയായിരുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ
ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി ഒരു തുള്ളി ചോര പൊടിയാതെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അഹോരാത്രം മഹാത്മാഗാന്ധി കഷ്ടപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ മലയാളത്തിൽ 5 നീകൾ കൊണ്ട് വിശേഷിപ്പിക്കാം. ആദ്യത്തെ നീ നിവേദനങ്ങളുടെ കാലഘട്ടമാണ്. ആ നിവേദനങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശനം. അദ്ദേഹം ആദ്യമായി ബ്രിട്ടീഷുകാരുടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രണ്ടാമത് മഹാത്മാഗാന്ധിയുടെ പ്രഖ്യാപനം അടുത്ത നീയാണ്. ആ നീ എന്ന് പറയുന്നത് നിയമലംഘനമാണ്. ബ്രിട്ടീഷുകാരുടെ ആജ്ഞകൾ ധിക്കരിക്കാൻ, ബ്രിട്ടീഷുകാരുടെ തന്നിട്ടുള്ള സ്ഥാനമാനങ്ങൾ വലിച്ചെറിയാൻ, ബ്രിട്ടീഷുകാരുമായി ഒരു തരത്തിലും സഹകരിക്കാതെ ബ്രിട്ടീഷുകാരുടെ ഉത്തരവുകൾ ലംഘിക്കുന്ന നിയമലംഘന പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സമരമുറ നിസ്സഹകരണം. അത് നിയമലംഘനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിരാഹാരമായി അദ്ദേഹത്തിൻ്റെ സമരമുറ. അപ്പം നിവേദനം, നിസ്സഹകരണം, നിയമലംഘനം, പിന്നെ അത് കഴിഞ്ഞാൽ നിരാഹാരം. ഗാന്ധിയുടെ അവസാനത്തെ സമരമുറയാണ് നിഷ്കാസിത പ്രമേയം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 ആഗസ്റ്റ് മാസം 8 ബോംബെയിലെ ഗുവാലിയർ ടാങ്ക് മൈതാനം, അവിടെ കോൺഗ്രസിൻ്റെ ഒരു മഹാസമ്മേളനം നടക്കുന്നു. അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആസാദിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആ യോഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന പ്രമേയം. ആ പ്രമേയത്തെ അന്ന് പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചത് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. 3 മഹാരഥന്മാർ സംഗമിച്ച ഒരു വേദി. മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷൻ, ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ സംസാരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ യോഗത്തിൽ വെച്ചാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനകോടികളോട് പറഞ്ഞത്, ഇനി നമ്മുടെ മുമ്പിൽ 2 മാർഗം, മൂന്നാമതൊരു മാർഗമില്ല. ഡു ഓർ ഡൈ. ഒന്നുകിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീഴുക. മൂന്നാമതൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. മഹാത്മാഗാന്ധി അന്ന് നേരത്തെ തന്നെ ആഗാഖാൻ കൊട്ടാരത്തിൽ അടച്ചു. ജവഹർലാൽ നെഹ്റു അടക്കം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ എല്ലാ സംസ്ഥാനങ്ങളിലും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജനങ്ങൾ തെരുവിലിറങ്ങി. ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ. അവസാനം നേതാക്കന്മാരില്ലാതെ ജനങ്ങൾ ആ സമരം ഏറ്റെടുത്തു. നേതാക്കന്മാർ മുഴുവൻ ജയിലറകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. അവസാനം തെരുവ് യുദ്ധത്തിൽ കലാശിച്ചു. ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു, തോക്കിൻ്റെ പാത്തി കൊണ്ട് തല്ലിച്ചതച്ചു കൊന്നു, ബൂട്ട്സ് ഇട്ട് ചവിട്ടിക്കൊന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ആസകലം രക്തപ്പുഴ ഒഴുക്കി. അതിനകത്ത് അവസാനത്തെ സമരത്തിൽ ജനങ്ങൾ 1 ഇഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. കാരണം ജനങ്ങൾ ആ സമരം ഏറ്റെടുത്തു. മഹാത്മാഗാന്ധിയുടെ ആ പ്രഖ്യാപനം അവർ ശിരസാ വഹിച്ചു. ഒന്നുകിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിക്കുക. മരിച്ചു വീഴാൻ തയ്യാറായി, എന്നാലും 1 ഇഞ്ച് പോലും പിറകോട്ടില്ല എന്ന് ഇന്ത്യൻ ജനകോടികൾ പരസ്യമായി പറഞ്ഞു. ബ്രിട്ടന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ബ്രിട്ടൻ ഒരു ക്യാബിനറ്റ് കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ആ ക്യാബിനറ്റ് കമ്മീഷൻ ഇവിടെ വന്ന് നമ്മുടെ നേതാക്കന്മാരുമായി സംസാരിച്ച് 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിച്ച് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനെ അധികാരമേൽപ്പിക്കുന്നു. അങ്ങനെ 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരമേൽക്കുന്നു. പിന്നീട് 1 വർഷക്കാലം സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമ്പടികളും കരാറുകളും ഉണ്ടാക്കുന്ന ജോലിയിൽ ദേശീയ നേതാക്കന്മാർ വ്യാപൃതരായി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. കൊളോണിയൽ വാഴ്ച അവസാനിച്ചു. അങ്ങനെ 92 വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ
200 വർഷക്കാലം നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിൽ നിന്ന് ഇന്ത്യ മോചിതമായി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ 71ാം വാർഷികമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർന്നു. ഹിന്ദു മുസ്ലിം കലാപം ആരംഭിച്ചു. ഇന്നത്തെ പഴയ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ 1ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന നമ്മുടെ മഹാത്മാഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആദ്യം കൽക്കട്ടയിൽ, പിന്നീട് നവഖാലിയിൽ, പിന്നീട് പഞ്ചാബിൽ, അവിടെ എല്ലാം വർഗീയ കലാപം അമർച്ച ചെയ്യാൻ അർദ്ധനഗ്നനായ ഫക്കീർ വടിയും പിടിച്ച് സമാധാനത്തിൻ്റെ ദൂതുമായി കൽക്കട്ടയിൽ നിന്ന് നവഖാലിയിലേക്ക്, നവഖാലിയിൽ നിന്ന് പഞ്ചാബിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ദൂതനെ പോലെ അദ്ദേഹം സഞ്ചരിച്ചു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിക്ക് നവഖാലിയിൽ നിന്ന് സ്വാതന്ത്ര്യദിന സമ്മാനമായി കൊടുത്തുവിട്ടത് ഒരു തീവണ്ടിയാണ്. ആ തീവണ്ടിയുടെ ബോഗികൾ തുറന്നു നോക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന ശവശരീരങ്ങളുടെ കൂമ്പാരമായിരുന്നു. ആ തീവണ്ടിയുടെ മുകളിൽ എഴുതി വെച്ചു, സ്വതന്ത്ര ഭാരതത്തിൻ്റെ 1ാമത്തെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ സവർണ ഹിന്ദുക്കൾ നൽകുന്ന സ്വാതന്ത്ര്യദിന സമ്മാനമാണ് ഈ തീവണ്ടി. ഹിന്ദുക്കൾ മുസൽമാനെ കൊന്നൊടുക്കി, മുസൽമാന്റെ ദുർഗന്ധം വഹിക്കുന്ന ശവശരീരം. അവിടുന്ന് ആരംഭിച്ച യാത്ര മാത്രമല്ല, ദാരിദ്ര്യം, ഇന്ത്യ വിഭജനം, 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഉണ്ടായി. ആ പാകിസ്ഥാനും ഇന്ത്യയുമായി വെട്ടിമുറിക്കപ്പെട്ട ഇന്ത്യയിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാർ ആരംഭിച്ച പ്രയാണമാണ് ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എത്തി നിൽക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു ആപ്തവാക്യം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ലിങ്കനാണ്. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. അതുപോലെ സ്വാമി വിവേകാനന്ദന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ഷിക്കാഗോ സ്പീച്ച്. അത് കഴിഞ്ഞാൽ ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗമാണ് ജനാധിപത്യത്തിനൊരു ആപ്തവാക്യം ഉണ്ടാക്കിയത്. എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ, ദാറ്റ് പ്രോസസ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ആ ജനാധിപത്യം ഇന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികളാണ്. മാത്രമല്ല, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വാദിച്ച ആളുകൾ, ആ ആളുകളുടെ വെടിയുണ്ടേറ്റാണ് 1948 മഹാത്മാഗാന്ധി പിടഞ്ഞു വീണ് മരിച്ചത്. അദ്ദേഹത്തെ വെടിവെച്ചു വന്ന നഥുറാം വിനായക് ഗോഡ്സെ കോടതിയിൽ കൊടുത്തൊരു മൊഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മഹാത്മാഗാന്ധിയെ ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു. പക്ഷെ മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതൽ ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി കാണണം എന്നെനിക്ക് അദമ്യമായ ആഗ്രഹമുണ്ട്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. ഈ കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ കൊലപാതകം ആസൂത്രണം ചെയ്ത ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു മൊഴിയായിട്ട് വേണം അതിനെ കാണാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വക്കീലന്മാർ വേണ്ട, എൻ്റെ കേസ് ഞാൻ സ്വയം വാദിക്കും. അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ കൊന്ന ഞാനാണ്, ആ കൊലപാതകത്തിൽ ആർക്കും ഒരു പങ്കുമില്ല, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വില്ല് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഘാതകനായി എന്നെ തൂക്കിക്കൊല്ലണം, കൊന്നുകഴിഞ്ഞാൽ എൻ്റെ ഭൗതിക ശരീരം എൻ്റെ അനുജനെ ഏൽപ്പിക്കണം. എന്നിട്ട് അവനോടായി ആ വില്ലിൽ പറഞ്ഞു, നീ ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങണം, ഏറ്റുവാങ്ങിയിട്ട് ഹിന്ദു ആചാരപ്രകാരം നീ ആ ഭൗതിക ശരീരം ദഹിപ്പിക്കണം. എന്നിട്ട് ആ ചിതാഭസ്മം ഏറ്റുവാങ്ങി ബോംബെയിലെ പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ നീ സൂക്ഷിക്കണം. എന്നെങ്കിലും ഒരിക്കൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും. അതുവരെ നിനക്കത് സൂക്ഷിക്കാനാവില്ല. നിന്റെ കാലശേഷം
എന്ന് ബോധ്യമാകുന്നു നിനക്ക്, അത് മറ്റൊരാളെ ഏൽപ്പിക്കണം. അയാളുടെ കാലശേഷം അയാളോട് പറയണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ. എന്നാണോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നത്, സിന്ധു നദി എന്നാണോ ഇന്ത്യയുടെ സ്വന്തമാകുന്നത്, അന്ന് എൻ്റെ ചിതാഭസ്മം നീ സിന്ധു നദിയിൽ ഒഴുക്കാൻ അവരോട് പറയണം. ഇന്നും ആ ചിതാഭസ്മം ബോംബെയിലെ പൂനെയിൽ ഒരു കാര്യാലയത്തിൽ സൂക്ഷിക്കുകയാണ്, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതും കാത്ത്. അപ്പോൾ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റി. 80% ഹിന്ദുക്കൾ അന്നും ഇന്നും ജീവിക്കുന്ന ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ ഹാളിൽ എഴുതി വെച്ചിരിക്കുന്ന ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം, ആ സ്ഥാനമാണ് മതേതരത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 80% ഹിന്ദുക്കളുള്ള ഇന്ത്യ ഇന്നൊരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത് നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ വിശാലമായ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും കൊണ്ടാണ്. മാത്രമല്ല, ജനാധിപത്യ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി. അതിനുശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 386 അംഗങ്ങൾ, 16 മലയാളികൾ, 2 വർഷം 11 മാസം 18 ദിവസം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചന ആരംഭിച്ചു. ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് ഈ പറഞ്ഞ 2 വർഷം 11 മാസം 18 ദിവസം ലോകത്തെ പല രാഷ്ട്രങ്ങളിലെയും ഭരണഘടനയെ കുറിച്ച് സമഗ്രമായി പഠിച്ച് അവഗാഢമായ അപഗ്രഥനം നടത്തി അതിൽ നിന്ന് സ്വാംശീകരിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും സ്വാംശീകരിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ ഭരണഘടനയുടെ കരട് പട്ടിക തയ്യാറാക്കാൻ ഡോക്ടർ BR അംബേദ്കറിനെ ചുമതലപ്പെടുത്തി. 114 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു കരട് പട്ടിക തയ്യാറാക്കി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചു. അങ്ങനെ ആ ഭരണഘടന നമ്മുടെ രാജ്യം അംഗീകരിച്ചു. 1950 ജനുവരി മാസം 26-ന് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി ഭരണഘടന പ്രഖ്യാപിച്ചു. ആ ഭരണഘടനയാണ് ഇന്നും നമ്മുടെ രാജ്യത്തെ നിലനിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 and 15, 14 and 15 of the Constitution, the state shall not deny to any person equality before law or equal protection of the law within the territory of India. 80% ഹിന്ദുക്കളുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നു, ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് തുല്യത എന്ന മൗലിക തത്വം ഭരണഘടനയിലൂടെ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ആർട്ടിക്കിൾ 25 and 26 of the Constitution എന്താണ് അത് പറയുന്നത്? The right to profess and propagate a religion. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവകാശം കൊടുത്തിട്ടുണ്ട്. ആ അവകാശമാണ് ഇന്ന് ഓരോ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് സ്വതന്ത്രമായി, സുതാര്യമായി, നിർഭയമായി നമ്മുടെ മണ്ണിൽ ജീവിക്കാൻ ഈ ഭരണഘടനയാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹമാണ് 1950 പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ദേശീയ വികസന സമിതി കൊണ്ടുവന്നത്. അദ്ദേഹമാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ഉണ്ടാക്കിയത്. ഹോമി ജെ ഭാവയെ കൊണ്ടുവന്ന് അറ്റോമിക് എനർജി കമ്മീഷൻ അദ്ദേഹം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ഓരോ നടപടികളും നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു. അദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത്. ആ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ, ആ വികസനം മൊത്തം ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അണക്കെട്ടുകൾ നിർമ്മിച്ചത് അദ്ദേഹമാണ്. മാത്രമല്ല, മിക്സഡ് എക്കോണമി, അമേരിക്കയെ പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഈ 2 സിദ്ധാന്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് ആവശ്യമായി തിരഞ്ഞെടുത്ത് കമ്മ്യൂണിസത്തിൽ നിന്നും അതുപോലെ മുതലാളിത്തത്തിൽ നിന്നും സ്വാംശീകരിക്കേണ്ട കാര്യങ്ങൾ ഏകീകരിച്ചാണ് നമുക്ക് മിക്സഡ് എക്കോണമി, സമ്മിശ്ര സമ്പദ്ഘടന അദ്ദേഹം കൊണ്ടുവന്നത്.
നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം അദ്ദേഹമാണ് രൂപപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, നോൺ അലൈൻ മൂവ്മെന്റിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. ആ നോൺ അലൈൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. പണ്ട് ലോകത്ത് 2 ചേരികൾ മാത്രം. നിങ്ങൾ ജീവിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചേരി ഒരു ഭാഗത്ത്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം, അന്നത്തെ പഴയ റഷ്യ, സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മറുഭാഗത്ത്. ഈ 2 ചേരിയിൽ നിൽക്കാത്ത ആർക്കും ലോകത്ത് വളരാനോ വികസിക്കാനോ ഇവർ 2 കൂട്ടരും സമ്മതിക്കാത്ത ഒരു കാലത്ത് അമേരിക്കക്കെതിരെ, റഷ്യക്കെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ മൂന്നാമത്തെ ഒരു ചേരി ഉണ്ടാക്കി. വികസനം പ്രാപിക്കാൻ വെല്ലുന്ന വികസ്വര രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു, യുഗോസ്ലാവിയയുടെ പ്രസിഡന്റായിരുന്ന മാർഷൽ ടിറ്റോയും ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന നാസറും കൂടി ഉണ്ടാക്കിയ മൂന്നാം ചേരിയാണ് നോൺ അലൈൻ മൂവ്മെന്റ് എന്ന പേരിൽ ഇന്ന് ലോകമാസകലം പടർന്നു വന്നിരിക്കുന്ന മൂന്നാം ചേരി. ചേരിചേരാ രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ നെഹ്റു 1964 മരിക്കുന്നു. മരിക്കാനുണ്ടായ മാനസികമായ സംഘടനമൊക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഒരു ചെറിയ കാലം, ചുരുങ്ങിയ കാലം, ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നമ്മുടെ രാജ്യത്തിന് നേതൃത്വം കൊടുത്തു. പാകിസ്ഥാനുണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്ക് പറന്നു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നത് ഭൗതിക ശരീരം ഒരു പെട്ടിയിലാക്കിയിട്ടാണ്. ഈ ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ. ഈ കാർഷിക രാജ്യമായ ഇന്ത്യയെ കാർഷിക മേഖലയിൽ രക്ഷിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ പട്ടാളക്കാർക്ക് പ്രാമുഖ്യം കൊടുത്ത ചുരുങ്ങിയ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയാണ് ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി. ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിൽ ഒരു അംഗത്വം കൊടുക്കുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹമാണ് നെഹ്റു ചെയ്യാത്തൊരു കാര്യം ഇന്ദിരയ്ക്ക് വേണ്ടി ചെയ്തത്. അവരെ രാജ്യസഭാംഗമാക്കി മാറ്റി. എന്നിട്ട് ആദ്യമായി അവരെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാക്കി. അത് കഴിഞ്ഞ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണം നടന്നപ്പോൾ ആ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, മൊറാർജി ദേശായി ശ്രീമതി ഇന്ദിരാഗാന്ധിയും തമ്മിൽ മത്സരിച്ചു. പാർലമെന്ററി പാർട്ടി നേതാവായി ദേശായിയെ പരാജയപ്പെടുത്തി ഇന്ദിര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി. ഇന്ദിര ഒരുപാട് നന്മ രാജ്യത്തിന് ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ്. 1969 നമുക്കറിയാം, ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾ ദേശസാൽക്കരിച്ച് സമ്പന്ന വർഗത്തിന്റെ മാത്രം അഭയകേന്ദ്രമായിരുന്ന ബാങ്കുകളെ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. നമ്മുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയെങ്കിൽ പിന്നെയും ചില രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി, ദേശീയതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ആ രാജാക്കന്മാരുടെ പ്രിവിലേജ് നിർത്തലാക്കിയത്, അവിടെ ചെങ്കോലും കിരീടവും ഇല്ലാതാക്കിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. നമ്മൾ 280 വർഷക്കാലത്തെ പാരതന്ത്ര്യം അനുഭവിച്ച ആളുകളാണ്. പാകിസ്ഥാൻ അകത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു പുതിയൊരു രാഷ്ട്രത്തിന് വേണ്ടി. നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആ ഭയാനകമായ പാരതന്ത്ര്യം ഇനി ലോകത്ത് ഒരു രാജ്യവും അനുഭവിക്കാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടാണ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഒരു ബംഗ്ലാദേശിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിച്ചു. കരയിലും കടലിലും ആകാശത്തും യുദ്ധം. ആ യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാൻ ആയുധം വെച്ച് കീഴടങ്ങി. അമേരിക്ക അന്ന് ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചു. 7ാം നാവിക കപ്പൽ പടയെ അങ്ങോട്ട് അയക്കും, പാകിസ്ഥാനെ തൊടാൻ പാടില്ല. ആ വെല്ലുവിളി തൃണവൽപ്പിച്ചുകൊണ്ട് ഒരു കപ്പൽ പട ഇവിടെ വന്നാൽ ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്ന് തിരിച്ചു പോകില്ലെന്ന് മുന്നറിയിപ്പ് കൊടുത്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി മുജിബുർ റഹ്മാനെ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. അങ്ങനെ 3ാമത്തെ പ്രധാനമന്ത്രി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. മാത്രമല്ല, ഇന്ത്യക്കകത്ത് 3 റവല്യൂഷനാണ് നടന്നത്.
3 റവല്യൂഷൻ. ഒന്നാമത്തെ റവല്യൂഷൻ ശ്രീ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മുടെ കുട്ടനാട്ടുകാരനായ സ്വാമിനാഥനെ വെച്ചുകൊണ്ടാണ് അവരത് ഓപ്പറേറ്റ് ചെയ്തത്. ആ റവല്യൂഷന്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഒരു കാലത്ത് അമേരിക്കയാണ് നമുക്ക് ആഹാര സാധനങ്ങൾ തന്ന് സഹായിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോക രാഷ്ട്രങ്ങളിലേക്ക് ഭക്ഷ്യധാന്യം കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഗോഡൌണുകളിൽ ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്നു ബഫർ സ്റ്റോക്കായി. ഞാനൊരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് എനിക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫുഡ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അതിന്റെ കീഴിലാണ് ഇന്ത്യയിലെ FCI ഗോഡൌണുകൾ, CWC സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ, അത്യന്താധുനികമായ സൈലോ ഗോഡൌണുകൾ. ആ ഇന്ത്യ മൊത്തം ഞങ്ങൾ ഈ ഗോഡൌണുകൾ പരിശോധിക്കാൻ പോകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നു ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്നു, സംഭരിക്കാൻ ഗോഡൌണില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ബഫർ സ്റ്റോക്കുള്ള രാജ്യം, കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഒരു മഹാമാരി വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ, പ്രളയം വന്നാൽ, വരൾച്ച വന്നാൽ ഒരു കാലത്തും ഇന്ത്യ പട്ടിണി കിടക്കാതിരിക്കാൻ ഇടയാക്കിയത് ഗ്രീൻ റവല്യൂഷൻ എന്ന ഹരിത വിപ്ലവമാണ്. ഒരു മലയാളിയിലൂടെയാണ് നമ്മളത് സാധിച്ചത്. രണ്ടാമത്തെ മലയാളിയെ അഭിമാനത്തോടു കൂടി സ്മരിക്കാം. ആ മലയാളിയുടെ പേര് നിങ്ങൾക്കറിയാം, MV കുര്യൻ എന്നാണ്. ഗുജറാത്തിൽ ആനന്ദിൽ ആദ്യമായി വൈറ്റ് റവല്യൂഷൻ നടപ്പിലാക്കിയത് ഇന്ദിരയുടെ കാലത്ത് ശ്രീ കുര്യനാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകരാഷ്ട്രത്തേക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പാലിൽ നിന്നുണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത്തെ റവല്യൂഷൻ അതും വൈറ്റ് റവല്യൂഷനാണ്. ഇന്ന് മൂന്നാമത്തെ റവല്യൂഷൻ സ്ഥാപിച്ച ആള് അമേരിക്കയിലുണ്ട്, സാം പെട്രോഡോ. പെട്രോഡോയുടെ കാലത്താണ് ശ്രീ രാജീവ് ഗാന്ധി പുതിയ പുതിയ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിച്ച് ലോകത്തെ ഏറ്റവും വലിയ വാർത്താ വിനിമയ വിപ്ലവം സൃഷ്ടിച്ചത്. ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ റവല്യൂഷൻ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തിലെ 6ാമത്തെ അണുവായുധ രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവരുടെ ദാരുണമായ കൊലപാതകത്തിന് ശേഷം അധികാരമേറ്റെടുത്ത ശ്രീ രാജീവ്, അദ്ദേഹവും മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് കൊണ്ടുവന്നു, ഭരണഘടനാ ഭേദഗതി. അത് പരാജയപ്പെടുത്തി. പക്ഷെ ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു ശ്രീ രാജീവിന്റെ കാലശേഷം അധികാരമേറ്റെടുത്ത നരസിംഹറാവു. അങ്ങനെ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ 55 വർഷങ്ങൾ ഈ രാജ്യം എവിടുന്ന് യാത്ര ആരംഭിച്ച് എവിടെ എത്തി എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാം ഈ ഇൻഫർമേഷൻ റവല്യൂഷൻ അതിൻ്റെ പാരമ്യത്തിലാണ്. പാരമ്യം എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ റോബോട്ടിക് യുഗത്തിലേക്ക് നമ്മുടെ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ കാലമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രേമലേഖനം വേണോ, ചാറ്റ്ജിപിറ്റിയോട് പറഞ്ഞാൽ മതി, DeepSeekനോട് പറഞ്ഞാൽ മതി. ലേഖനം, പ്രേമലേഖനം അല്ലെങ്കിൽ ചരിത്രം എന്ത് വേണമെങ്കിലും അവര് ശരിയാക്കി തരും. ഇപ്പോ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ പലരും പഠിക്കാൻ ഇവിടെയാണ് വരുന്നത്. ഉക്രൈൻ, അതുപോലെ തന്നെ റഷ്യ, ചൈന, പോളണ്ട്, സ്ലോവാക്യ, റുമേനിയ, ഹംഗറി, ഈ രാജ്യങ്ങൾ തൊട്ടടുത്ത് യുദ്ധം നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടുന്ന് ഫോണിലൂടെ വീട്ടിൽ വിളിച്ച് പറയുന്നത് റഷ്യ കൊണ്ട് ബോംബിടുന്നു. ചിത്രം അപ്പോൾ കാണുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ സ്വൈപ്പ് ചെയ്താൽ ആ യുദ്ധത്തിന്റെ നേർക്കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യ വളർത്തിയെടുത്തത് ശ്രീ സാം പെട്രോഡോയിലൂടെ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോ സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതി, സംസ്കാരം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും ബാധ്യതയുണ്ട്. ജനാധിപത്യം അനസ്യൂതം അഭംഗുലം നിലനിൽക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം തന്നെ ബഹുസ്വരതയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. ഇന്ന് നമ്മുടെ രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്നു. മുഗൾ സാമ്രാജ്യം നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാനാവില്ല. ലോകത്തെ 7ാമത്തെ അത്ഭുതം താജ്മഹൽ നിർമ്മിച്ചത് ഡൽഹിയിൽ പോയി നോക്കിയാൽ നമുക്കറിയാം.
ചെങ്കോട്ട, ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് പതാക ഉയർത്തിയ ചെങ്കോട്ട ആട് സെട്ടിയാണ്. മുഗൾ ഗാർഡൻസ് ആട് സെട്ടിയാണ്. പക്ഷേ ഇന്ന് പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാർ പോയി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയി, മുഗൾ സാമ്രാജ്യം പോയി. ഇന്ത്യയുടെ പാരമ്പര്യം പൈതൃകം ഇനി ആരും പഠിക്കേണ്ടെന്നാണ് പറയുന്നത്. അതല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും നിലനിൽക്കണ്ടേ? ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. സ്വാതന്ത്ര്യ സമര നിഘണ്ടുവിൽ നിന്ന് നമ്മുടെ പഴയ സമരങ്ങൾ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. ജാലിയൻവാല ബാഗ്, ചൗരി ചൗര, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതുപോലെ കേരളത്തിൽ നടന്ന വാഗൺ ട്രാജഡി, അതുപോലെ തന്നെ മാപ്പിള കലാപം, ഇതൊക്കെ സ്വാതന്ത്ര്യ സമര ചരിത്ര പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പോലെ, ഇറ്റലിയിൽ മുസോളിനി ചെയ്ത പോലെ, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ചെയ്ത പോലെ ഒരു പുതിയ ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ടാക്കാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പൈതൃകം അട്ടിമറിക്കപ്പെടുന്നു, ജനാധിപത്യത്തിന് പോറലേൽക്കുന്നു, മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണഘടന, ആ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി, മതേതരത്വം, സോഷ്യലിസം, ഇതൊക്കെ വെല്ലുവിളികൾ ഉയരുന്ന ഒരു സമയത്താണ് 79ാം സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ ജനിച്ചു വീണ ഓരോ പൗരനും ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം, പൈതൃകം, ജനാധിപത്യം, മതേതരത്വം, ഭരണഘടന, ഇതൊക്കെ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായി മാറാനും ഓരോ ഭാരതീയനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന അമേരിക്കൻ പൗരന്മാരടക്കമുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശക്തനായ തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.